ടെസ്റ്റിലെ സമ്പൂർണ്ണ തോൽവിക്ക് ശേഷം വിന്റേജ് താരങ്ങളുടെ മിന്നും പ്രകടനത്തോടെ ഏകദിന പരമ്പര സ്വന്തമാക്കിയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മറുപടി നൽകിയത്. 2020-ൽ മിന്നും ഫോമിലുള്ള ഇന്ത്യക്ക് ലക്ഷ്യം സമ്പൂർണ്ണ ജയം. ലോകകപ്പിലെ ടീമിനെ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കൂറ്റൻ ജയം സ്വന്തമാക്കിയെങ്കിലും ടീമിലെ സ്ഥിര സാന്നിധ്യമായ താരങ്ങളുടെ മോശം ഫോമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഓപ്പണർ ശുഭ്മാൻ ഗില്ലും മികച്ച പ്രകടനം നടത്തിയിട്ട് നാളുകൾ കുറയായി. എന്നാൽ അവസരം നൽകിയപ്പോഴെല്ലാം നന്നായി കളിച്ചിട്ടും സഞ്ജു സാംസണിന് ടീമിൽ സ്ഥിരമായി ഇടവുമില്ല. സൂര്യകുമാർ യാദവിന് കീഴിൽ അസാധ്യ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത്. 35 മത്സരങ്ങളിൽ 26 ജയം, 2 ടൈയായപ്പോൾ പരാജയപ്പെട്ടത് 5 മാത്രം. 2 മത്സരം സൂപ്പർ ഓവറിലൂടെ ജയിക്കുകയും ചെയ്തു. എന്നാൽ ബാറ്റിംഗിൽ എല്ലാ ബൗളർമാരുടെയും പേടി സ്വപ്നമായിരുന്ന സൂര്യക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി നല്ല കാലമല്ല. അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയത് 11 പന്തിൽ 12 റൺസ്. കരിയറിലെ ഏറ്റവും മോശം കാലത്താണിപ്പോൾ സ്കൈയുടെ ബാറ്റിംഗ്. ഈ വർഷം കളിച്ച 18 2020-ൽ ആകെ നേടിയത് 196 റൺസ്. ശരാശരി ആകട്ടെ 15.7. ഈ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനായിട്ടുമില്ല. വെടിക്കെട്ട് ബാറ്റിലൂടെ സ്ട്രൈക്ക് റേറ്റ് കുത്തനെ ഇടിയുന്നതാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. 164 സ്ട്രൈക്ക് റേറ്റ് കരിയറിലുള്ള സൂര്യകുമാർ യാദവിന് ഈ വർഷം സ്ട്രൈക്ക് റേറ്റ് 130 താഴെയാണ്. ഇന്ത്യ വിജയിച്ച ഏഷ്യ കപ്പിലാകട്ടെ 107. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അവസ്ഥയും സമാനം. അവസാന 13 ഇന്നിംഗ്സുകളിൽ ഒരിക്കൽ പോലും അർദ്ധ സെഞ്ചുറി കുറിക്കാൻ ഗില്ലിനായിട്ടില്ല. നേടിയത് 263 റൺസ്. 26.3 ആണ് ശരാശരി. ഇനി സഞ്ജുവിലേക്ക് വരാം. ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാണ്? 2020-ൽ സഞ്ജു സാംസൺ അല്ലാതെ മറ്റാരുമല്ല. എന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താതിരിക്കാൻ മനഃപൂർവ്വം ഒരു ശ്രമം ഇന്ത്യൻ സെലക്ടർമാർ എപ്പോഴും നടത്തും. സഞ്ജുവല്ല എന്ന് പറയില്ല, പക്ഷേ അവസരം കിട്ടുമ്പോഴെല്ലാം സഞ്ജുവിനെ തഴയുകയും ചെയ്യും. 2024-ൽ മാത്രം 3 സെഞ്ചുറി നേടിയ സഞ്ജു സാംസണിന് ഇത്രയും ഫോമൗട്ടിലുള്ളവർ കളിക്കുന്ന ടോപ്പ് ഓർഡറിൽ ഇടമില്ല എന്നതാണ് ഏറെ നിരാശപ്പെടുത്തുന്നത്. വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ജിതേഷ് ശർമ്മ സഞ്ജുവിനേക്കാൾ മുന്നിൽ അവസരം കിട്ടുന്ന അത്ഭുതം ആർക്കും മനസ്സിലാകുന്നുമില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 101 റൺസിന്റെ കൂറ്റൻ ജയം നേടിയതോടെ സഞ്ജുവിനോടുള്ള അനീതി മറന്നുപോകുമെന്നാണ് പലരും ധരിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ ഗില്ലിനെ കൊണ്ടുവരാൻ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് പറിച്ചു നട്ട അതേ ഗംഭീറാണ് ഇപ്പോൾ ഫിനിഷറുടെ റോളിൽ നല്ലത് ജിതേഷാണ് എന്ന് ചൂണ്ടിക്കാട്ടി സഞ്ജുവിനെ ടീമിന് പുറത്തു നിർത്തുന്നത്. ലോകകപ്പിന് മുൻപ് അനാവശ്യ സമ്മർദ്ദം നൽകി സഞ്ജുവിനെ കളിപ്പിച്ച് ആ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പുറത്തു നിർത്താൻ ഇവർക്കൊരു കാരണവുമാകും. ഏകദിനത്തിലാകട്ടെ 2020-ലാകട്ടെ ഇത്രത്തോളം അർഹതയുണ്ടായിട്ടും പുറത്തു നിർത്തുന്ന മറ്റൊരു താരം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. സഞ്ജുവായി തുടരുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ വിജയം കൊണ്ടും ഈ അനീതി മറച്ചുവയ്ക്കാനുമാകില്ല.